ചൈനയിൽ വീണ്ടും വൈറസ് രോഗബാധ വ്യാപിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ്. ഹ്യൂമൻ മെറ്റാബ് ന്യൂറോവൈസ് രാജ്യത്തുടനീളം പടരുകയാണെന്നാണ് വിവിധ ന്യൂസ് ഏജൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കോവിഡ് മഹാമാരി സ്ഥിരീകരിച്ച് 5 വർഷം പൂർത്തിയാകുന്നതിനിടെയാണ് പുതിയ വൈറസ് വ്യാപനം നടക്കുന്നത്. വൈറസ് അതിവേഗം പടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആശുപത്രികളും ശ്മശാനങ്ങളും നിറഞ്ഞിരിക്കുകയാണെന്നും ചിലർ സോഷ്യൽ മീഡിയയിൽ അവകാശപ്പെടുന്നു. ചൈനയിലെ ആശുപത്രികളിൽ മാസ്ക് ധരിച്ച് നിരവധി പേർ എത്തുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ചൈന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി പോലും അവകാശവാദങ്ങൾ ഉയർന്നു വരികയാണ്. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടില്ല. HMPV ഇൻഫ്ലുവൻസ പോലുള്ള ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് അറിയപ്പെടുന്നു. കൂടാതെ കോവിഡിന് സമാനമായ ലക്ഷണങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട്. വൈറസ് പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ രൂക്ഷമായി നിരീക്ഷിക്കുകയാണ്. അതേസമയം അജ്ഞാത ഉത്ഭവമുള്ള ന്യൂമോണിയ കേസ് നിരീക്ഷണ സംവിധാനം പൈലറ്റ് ചെയ്യുന്നതായി ചൈനയുടെ രോഗനിയന്ത്രണ അതോറിറ്റി പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ശൈത്യകാലത്ത് ചില ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുടെ കേസുകൾ ഉയരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. നാഷണൽ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അഡ്മിനിസ്ട്രേഷൻ ലബോറട്ടറികൾക്ക് റിപ്പോർട്ട് ചെയ്യാനും രോഗനിയന്ത്രണ പ്രതിരോധ ഏജൻസികൾക്ക് കേസുകൾ പരിശോധിക്കാനും കൈകാര്യം ചെയ്യാനും വേണ്ട നടപടിക്രമം പൂർത്തിയാക്കിയും എന്ന് അറിയിച്ചിട്ടുണ്ട്. അക്യൂട്ട് റെസ്പിറേറ്ററി രോഗങ്ങളുടെ ഡേറ്റ ഡിസംബർ 16 മുതൽ 22 വരെയുള്ള വാരത്തിൽ വർധനവ് കാണിക്കുന്നു എന്നാണ് വ്യാഴാഴ്ച പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നത്. ശൈത്യകാലത്തും വസന്തകാലത്തും ചൈനയെ വിവിധ ശ്വാസകോശ സംബന്ധമായ പകർച്ചവ്യാധികൾ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും ആരോഗ്യ വിദഗ്ധനായ ക്യാൻ ബിയാവോ പറഞ്ഞിരുന്നു. അടുത്തിടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ റിനോ വൈറസ്, ഹ്യൂമൻ മെറ്റാബ് ന്യൂമോ വൈറസ് തുടങ്ങിയവ ഉൾപ്പെടുന്നുണ്ട്. വടക്കൻ പ്രവിശ്യകളിൽ 14 വയസ്സിന് താഴെയുള്ളവരിൽ ഈ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേസുകളുടെ വർധനവ് കണക്കിലെടുത്ത് ആരോഗ്യ വിദഗ്ധർ രോഗവ്യാപനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും മാസ്ക് ധരിക്കാനും ഇടയ്ക്കിടെ കൈ കഴുകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ചുമ, പനി, മൂക്കൊലിപ്പ്, ശ്വാസം മുട്ടൽ എന്നിവയാണ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ. ഗുരുതരമായ കേസുകൾ ബ്രോങ്കറൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ എന്നിവയ്ക്ക് കാരണമാകും. ശിശുക്കളിലും പ്രായമായവരിലും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വ്യക്തികളിലും പ്രത്യേക ശ്രദ്ധ വേണം. ആസ്മ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ് അല്ലെങ്കിൽ എംഫിസേമ പോലെയുള്ള ശ്വാസകോശ രോഗങ്ങളുള്ളവർക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്.